ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗതയോഗ്യമായ ചുരമായ ഉംലിംഗ്ല സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ താമസിച്ചത് ചൈനീസ് അതിർത്തിയിലുള്ള ഹാൻലെ ഗ്രാമത്തിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള പ്രദേശങ്ങളിലൊന്നാണ് ഹാൻലെ. അതിലേറെ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഗ്രാമം കൂടിയാണിത്. ടിബറ്റൻ ബുദ്ധമതത്തിലെ ദ്രുക്പ കഗ്യു വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഹാൻലെയിലെ ആദിമ നിവാസികൾ. അതിനിഗൂഢമായ താന്ത്രിക സമ്പ്രദായത്തെ പിൻപറ്റുന്നവരാണ് കഗ്യു വിഭാഗക്കാർ. അതുകൊണ്ട് തന്നെ അടുത്ത കാലം വരെ മറ്റ് ജനവിഭാഗങ്ങളൊന്നും തന്നെ ഹാൻലെയിൽ വരാറില്ലായിരുന്നു. 2001 ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി സ്ഥാപിതമായതിനു ശേഷമാണ് ഹാൻലെയിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങിയത്. ഇപ്പോഴും ഹാൻലെയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില നിഗൂഢതകൾ ഗ്രാമത്തെ വലയം ചെയ്തിരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. എന്തായാലും ലഡാക്ക് പര്യടനത്തിന്റെ അവസാന ദിവസമാണിന്ന്. ഹാൻലെയിൽ നിന്ന് 250 കിലോമീറ്റർ ദൂരമുണ്ട് ലേയിലേക്ക്. യാത്രാമധ്യേ ചുമത്താങ് ഹോട്ട് വാട്ടർ സ്പ്രിംഗ്, തിക്സെ മൊണാസ്ട്രി എന്നിവ കൂടി സന്ദർശിച്ച് സന്ധ്യയോടുകൂടി ലേയിൽ എത്തിച്ചേരണം എന്ന രീതിയിലാണ് ഞങ്ങളുടെ യാത്രാ പരിപാടി. ഇൻഡസ് റിവർ അഥവാ സിന്ധു നദി പടിഞ്ഞാറൻ ടിബറ്റിലെ കൈലാഷ് പർവ്വതത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള സെങ്കെ സാങ്പോ നദിയുടെയും ഗാർ സാങ്പോയുടെയും സംഗമ സ്ഥാനത്തു നിന്നും ആരംഭിച്ച് ഡംചോക്ക് ഗ്രാമത്തിലൂടെ ലഡാക്കിൽ പ്രവേശിക്കുന്നു. തുടർന്ന് അത് ദുംതി വഴി ലേയിലേക്ക് ഒഴുകുന്നു. ലേയിൽ വെച്ച് സൻസ്കാർ നദിയുമായി കൂടിച്ചേർന്ന് കാർഗിൽ വഴി ഗിൽജിത്ത് മേഖലയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നു. പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് സിന്ധു നദി അറബിക്കടലിൽ ചെന്നു ചേരുന്നു. സിന്ധു നദി ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. സിന്ധു നദിയുമായി ചേർന്നാണ് ലഡാക്കിന്റെ നാഗരികത വികസിതമായത്. ലഡാക്കിന്റെ എല്ലാ ജനവാസ കേന്ദ്രങ്ങളും സിന്ധു നദീതീരവുമായി ചേർന്നാണ് നിലകൊള്ളുന്നത്. ലേ, കാർഗിൽ, തിക്സെ, ഷേ തുടങ്ങിയ എല്ലാ നാഗരികതകളും സിന്ധു നദീതട സംസ്കാരത്തിന്റെ സംഭാവനകളാണെന്ന് പറയാം. ബ്രഹ്മപുത്രയും ഗംഗയും കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു. ലേയിൽ നിന്നും 138 കിലോമീറ്റർ തെക്ക് കിഴക്കായി സിന്ധു നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊച്ചു ഗ്രാമമാണ് ചുമത്താങ്. ചുമത്താങ്ങിൽ സിന്ധു നദിയോട് ചേർന്ന് കാണപ്പെടുന്ന ചൂട് നീരുറവ ഈ ഗ്രാമത്തെ വിനോദ സഞ്ചാരികൾക്ക് പ്രിയങ്കരമാക്കി. സൾഫറിന്റെ ആധിക്യമുള്ള ഈ നീരുറവയിലെ ജലത്തിന് ചിലയിനം ചർമ്മരോഗങ്ങളെ മാറ്റാൻ കഴിയുമെന്ന് കരുതപ്പെടുന്നു.
ലേയിൽ നിന്ന് 19 കിലോമീറ്റർ കിഴക്കു ഭാഗത്തായി തിക്സയിലെ ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധവിഹാരമാണ് തിക്സെ മൊണാസ്ട്രി. ടിബറ്റൻ ബുദ്ധമതത്തിലെ ഗലുക് ദർശനവുമായി ബന്ധപ്പെട്ടതാണിത്. ടിബറ്റിലെ ലാസയിലെ പൊട്ടാല പാലസിന്റെ രൂപകൽപ്പനയാണ് മൊണാസ്ട്രിക്കുള്ളത്. അതുകൊണ്ട് തന്നെ തിക്സെ മൊണാസ്ട്രി മിനി പൊട്ടാല എന്നറിയപ്പെടുന്നു. സിന്ധു നദീതടത്തിൽ 3600 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 12 നിലകളുള്ള ഈ സമുച്ചയം സ്തൂപങ്ങൾ, പ്രതിമകൾ, ചുവർ ചിത്രങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ്. 1970 14ാമത് ദലൈലാമ ഈ ആശ്രമം സന്ദർശിച്ചതിന്റെ സ്മരണാർത്ഥം നിർമ്മിക്കപ്പെട്ട 15 മീറ്റർ ഉയരമുള്ള മൈത്രേയ ബുദ്ധന്റെ പ്രതിമയാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. താരാദേവിയുടെ 21 ചിത്രങ്ങൾ ഗ്ലാസ് പൊതിഞ്ഞ തടി അലമാരയിൽ സ്ഥാപിച്ചിട്ടുള്ള താരാക്ഷേത്രം മൈത്രേയ ക്ഷേത്രത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നു. കൂടാതെ തിക്സയുടെ സംരക്ഷക ദേവനായ ചാം സ്പ്രിംഗ് ഉൾപ്പെടെ നിരവധി ദേവതകൾക്ക് സമർപ്പിച്ചിരിക്കുന്ന ചെറിയ ആരാധനാലയങ്ങളും ഇവിടെ കാണാം. പ്രധാന പ്രാർത്ഥനാ മുറിയുടെ പ്രവേശന കവാടത്തിലെ ചുമരിൽ ടിബറ്റൻ ഭാവചക്രത്തെ ചിത്രീകരിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ പ്രബുദ്ധത കൈവരിക്കുന്നതിന് അജ്ഞത, ആസക്തി, വെറുപ്പ് എന്നീ വികാരങ്ങളെ ത്യജിക്കണമെന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഭാവചക്രം. പ്രാർത്ഥനാമുറിയിൽ പത്മസംഭവ സഹിതമുള്ള 1000 കൈകളുള്ള അവലോകിതേശ്വരന്റെ ചിത്രവും ദലൈലാമയുടെ ചിത്രവും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഹാളിലെ തടി അലമാരകളിൽ സിൽക്കിൽ പൊതിഞ്ഞ 225 വാള്യങ്ങളുള്ള തെങ്ക്യൂർ സൂക്ഷിച്ചിട്ടുണ്ട്. ശാക്യമുനി ബുദ്ധന്റെ പ്രബോധനങ്ങളെക്കുറിച്ച് മഹത്തായ ബുദ്ധമത ആചാര്യന്മാർ ശേഖരിച്ച വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ് തെങ്ക്യൂർ. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ അടുത്ത യാത്രക്കുള്ള തയ്യാറെടുപ്പോടെ ഞങ്ങൾ ലേ മണാലി ഹൈവേയിലൂടെ യാത്ര തുടരുകയാണ്.